അറിയിക്കാൻ പറ്റും. നിലവിൽ ഇതിൽ ആരാണ് സാർ ഇതിനകത്ത് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പിന്നിൽ? അത് ഞങ്ങൾക്ക് 2 പേര് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്ത് തന്നിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. ഇതാണ് എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. എനിക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് ഇതായിരുന്നു. എനിക്ക് എന്തുകൊണ്ടാണ് അവരിത് ചെയ്തതെന്നുള്ളത് കാര്യം എനിക്ക് അറിയണമായിരുന്നു. ഞാൻ സാറുമാരുടെയും പറഞ്ഞതാണ്. അത് എന്തായാലും അറിഞ്ഞു. അത് എനിക്ക് സന്തോഷമുണ്ട്, എന്നാൽ സങ്കടവുമുണ്ട്. സങ്കടവുമുണ്ട്. ഒന്നും അവർ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു അവർ 2 പേരും. അതൊക്കെ എന്നെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അല്ല ചാറ്റ് ചെയ്യുന്നെന്നുള്ള ഇവിടെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. രേഷ്മയ്ക്ക് ഇങ്ങനെ ഒരാൾ മെസ്സേജ് അയച്ചു. അയാളെ ഭാര്യ തിരിച്ച് ഇവരെ ചീത്ത വിളിച്ച് രേഷ്മയെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു അത് അവിടെ തീർന്നായിരുന്നു ആ വിഷയം. അതേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ കൂടെ. അല്ലാതെ ഇവർക്ക് ചാറ്റിങ്ങുള്ളതൊന്നും എന്നോട് ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ല. ഞാൻ ഫോണിൽ നോക്കിയിട്ടുമില്ല. എനിക്കത് ഫോണിൽ നോക്കിയിട്ടും കാര്യമില്ല, എനിക്കത് മനസ്സിലാവാത്തുമില്ല. ഇപ്പം എനിക്ക് സന്തോഷമായി. കാരണം എനിക്കത് ഒരു കാര്യമുള്ളായിരുന്നു, ഇവരെന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളത് എനിക്ക് അറിയണമായിരുന്നു. എന്തിനാണ് ഇത് ഇത്രയും ഇതായിട്ട് അവർ ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് അറിയണമായിരുന്നു. അതെന്തായാലും ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. കാരണം അവർ പോയത് ഒരു കാരണമില്ലാതെയുള്ള ഇതാണെന്നുള്ളത്. ഇങ്ങനൊരവസ്ഥ ആർക്കും വരരുത്. അവരും പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും എന്നെ അറിയിക്കേണ്ടതാണ്. അവരും അറിയിച്ചിട്ടില്ല. ഫേസ്ബുക്കിൽ അവർക്കൊരു അക്കൗണ്ട് ഉണ്ടെന്ന് ഈ അറസ്റ്റിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അതുവരെയും പറഞ്ഞിട്ടുമില്ല. ഈ അറസ്റ്റിന് ശേഷമാണ് ഫേസ്ബുക്കിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് തന്നെ അവർ പറയുന്നത്. അങ്ങനൊരവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ, അതേ പ്രാർത്ഥിക്കാറുള്ളൂ. ഇത്രയും കുടുംബങ്ങൾ കഴിയാതരമായി, ആർക്കും ഇങ്ങനൊരവസ്ഥ വരാതിരിക്കട്ടെ. ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു. ഒരു FB ചാറ്റിങ് ഞാൻ ഇപ്പോൾ ചോദ്യം ചെയ്തതൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഫോണൊക്കെ ഒന്ന് വിട്ടിച്ചായിരുന്നു. പിന്നെ അന്ന് കളഞ്ഞെന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ ഒരു സംഭവം ഇങ്ങനെ വർക്കല പോയി. അങ്ങനെ വഴിയിൽ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് കണ്ട, എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്ന് അന്ന് അയാൾ ഉണ്ടാക്കിയിരുന്നു. ഭയങ്കര വിഷയങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഒരു ഡീറ്റെയിലും പറഞ്ഞില്ല. ഫോൺ ഫുള്ള് ക്ലിയർ ആയിരുന്നു. FB എല്ലാം ക്ലിയർ ആയിരുന്നു. മാക്സിമം പക്ഷേ ഒരു ഡീറ്റെയിലും കിട്ടിയില്ല. ആളുടെ ഒരു ഡീറ്റെയിലും കിട്ടിയില്ല. പേര് ചോദിച്ച അവസാനം അനന്തു എന്നൊരു പേര് മാത്രം പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ അന്നത്തെ അറിയൂ. പിന്നെ ഫോണൊന്നും ഉപയോഗിക്കാതിരുന്നതാണ്. ഫോൺ വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു. സിനിമയായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നോ എന്ന് അറിയത്തില്ല. കൃത്യമായ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ തീരുമാനം അറിയിക്കാൻ പറ്റും. നിലവിൽ ഇതിൽ ആരാണ് സാർ ഇതിനകത്ത് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പിന്നിൽ? അത് ഞങ്ങൾക്ക് 2 പേര് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്ത് തന്നിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. ഇതിൽ ഈ ഗ്രീഷ്മയും ആര്യയ്ക്കും ആണോ അക്കൗണ്ട്? അവർക്കിതിൽ പങ്കുള്ളതായിട്ടാണ്.